എവരിവൺ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് നമ്മളെ വൈറലായിട്ടുള്ള ബൺ മസ്ക വിത്ത് ഇറാനി ചായ ആണ്. പക്ഷെ നമ്മളിന്ന് ഇറാനി ചായ ഇല്ല കേട്ടോ, നമുക്ക് ബൺ മസ്ക മാത്രം ആക്കാം. ഞാനൊരു കോഫി ലവർ ആയതുകൊണ്ട് തന്നെ ചായ അധികം ഇഷ്ടമല്ല. അതുകൊണ്ട് നമുക്ക് ഇന്ന് ബൺ മസ്ക മാത്രം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് കണ്ടിട്ട് വരാം. ആദ്യമായിട്ട് ഞാനിതാ ഒരു സ്റ്റീൽ പാത്രം എടുത്ത് വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് ബൗളോ നിങ്ങൾ ഇഷ്ടമുള്ള പാത്രം എടുത്ത് വെക്കുക. അതിലോട്ടേക്ക് 100 ഗ്രാം ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളിത് മിൽക്കി മിസ്റ്റിൻ്റെ ബട്ടറാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബട്ടർ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ഒരു 100 ഗ്രാം ബട്ടർ ഇതിലോട്ടേക്ക് ചേർക്കുന്നുണ്ട്. അങ്ങനെ ഈ ബട്ടർ ഈ പാത്രത്തിലോട്ടേക്ക് ഇട്ട സമയമാണ് ഞാനൊരു സത്യം തിരിച്ചറിയുന്നത്. ഈ ബട്ടർ തീരെ മെൽറ്റായിട്ടുണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് നല്ല ഹാർഡായിട്ടാണ് ഉണ്ടായത്. ഇത് മെൽറ്റാവാനുള്ള ക്ഷമ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിസ്കും സ്പാച്ചിലൊക്കെ വെച്ച് നല്ല കുത്തി ചതച്ച് കൊടുക്കുന്നുണ്ട്. എന്തായാലും ആ കുത്തി ചതക്കുന്ന പാർട്ടൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഈ ഒരു ബട്ടർ നന്നായി കണ്ടില്ലേ, ഞാൻ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ നല്ല രീതിക്ക് മിക്സായ ബട്ടറിലോട്ടേക്ക് നമ്മളതിന് ആവശ്യത്തിലുള്ള കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുക. അതായത് നമ്മളെ മിൽക്ക് മെയ്ഡില്ലേ, അത് നമ്മൾക്ക് ഇഷ്ടമുള്ള അത്ര ഇതിൽ ചേർത്ത് കൊടുക്കുക. മിൽക്ക് മെയ്ഡൊക്കെ നമ്മൾ മധുരത്തിനനുസരിച്ചാണ് കേട്ടോ ചേർക്കാൻ. അതുപോലെ ബൺ മസ്ക തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഈ മിൽക്ക് മെയ്ഡ് അല്ലാണ്ട് പൗഡേർഡ് ഷുഗർ ഉണ്ടാവില്ലേ, നമ്മൾ ഷുഗർ പൊടിച്ചതും ചേർക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനിത് രണ്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇച്ചിരി കൂടി മിൽക്ക് മെയ്ഡ് ഒഴിച്ചതാണ് കേട്ടോ ഇഷ്ടമായിട്ടുള്ളത്. എന്നാൽ നമ്മൾ ഈ മിൽക്ക് മെയ്ഡും ചേർത്ത് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു ക്രീമി പരുവത്തിലാണ് വരാൻ. ശരിക്കും ഈ മസ്ക ബന്ന് എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മലയാളികളുടെ ഭാഷയിൽ പറഞ്ഞാൽ ക്രീം ബന്നാണ്. എന്നാലും നമുക്കൊരു വെറൈറ്റിക്ക് മസ്ക ബന്ന് എന്ന് തന്നെ പറയാമല്ലേ. ഈ വൈറലായിട്ടുള്ള മസ്ക ബന്ന് ട്രൈ ചെയ്യാൻ ഞാൻ ഒരു ഇച്ചിരി ലേറ്റ് ആയിട്ടുണ്ട്. എന്നാലും പ്രശ്നമില്ല, എനിക്കെന്തായാലും ഞാൻ ട്രൈ ചെയ്ത് നോക്കി ഒത്തിരി ഇഷ്ടമായതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ ഇതാ നമ്മൾ ക്രീമും നന്നായി റെഡി ആയിട്ടുണ്ട്. എന്നാൽ ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഈ പാനിലോട്ടേക്ക് ആവശ്യത്തിനുള്ള ബട്ടർ ഒന്ന് തടവി കൊടുക്കുന്നുണ്ട്. ഈ ബട്ടർ ഇതിൽ ചേർത്ത് കൊടുത്തതിന് ശേഷമാണ് ഞാനൊരു സത്യാവസ്ഥ അറിയുന്നത്. ഈ പാൻ വെച്ചതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓണാക്കാൻ മറന്നുപോയിട്ടുണ്ട്. അങ്ങനെ ഫ്ലെയിം ഓണാക്കി ഈ ബട്ടറും ചൂടായതിന് ശേഷം ഞാൻ ഇതിലോട്ടേക്ക് നമ്മൾ ആ ബന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ കണ്ടില്ലേ, ഇതുപോലെയുള്ള ഒരു മീഡിയം സൈസുള്ള ബന്നാണ് എടുത്തിട്ടുള്ളത്. നല്ല വലിയതും നല്ല കുഞ്ഞായിട്ടുള്ള ബന്നല്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിലുള്ള ബന്ന് നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഇതുപോലെ ഒരു സൈഡ് ബന്ന് ചൂടായതിന് ശേഷം മറ്റേ സൈഡ് തിരിച്ചിട്ട് കൊടുക്കുക. തിരിച്ചിട്ട സൈഡും നന്നായി ചൂടായതിന് ശേഷം മാറ്റുക. ഇതിങ്ങനെ നമ്മൾ ബട്ടറിൽ ചൂടാക്കുന്ന സമയത്ത് ബന്ന് വേഗം കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് മാത്രം നിങ്ങളിത് ചെയ്യുക. ഇനിയിപ്പോൾ ഇതാ നമ്മളെ ബൺ മസ്കയിലോട്ടേക്കുള്ള എല്ലാ സാധനങ്ങളും തയ്യാറായിട്ടുണ്ട്. എന്നിട്ട് നമ്മളെ ബന്നൊന്ന് ചെറുങ്ങനെ ഒന്ന് കത്തി വെച്ച് നടുവിലൊന്ന് കീറുക. നന്നായി മുറിച്ചു കൊടുക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒരു പകുതി ബന്ന് വരെ ഒന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യുക. ഞാനിത് കണ്ടില്ലേ, ഇങ്ങനെ എല്ലാ ബന്നും കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ക്രീം ഇതാ നമ്മൾ റെഡിയാക്കി വെച്ച ക്രീം ഇതിലോട്ടേക്ക് ആവശ്യത്തിന് ഫില്ല് ചെയ്യുന്നുണ്ട്. ഞാൻ ബന്നിൻ്റെ പകുതി കഷ്ണം മാത്രമാണ് മുറിച്ചിട്ട് ക്രീം ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ബണ്ണ് ഫുള്ളായി മുറിച്ച് ഫുള്ളായി ക്രീം തേക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്കാം. നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യുക കേട്ടോ. ഇനി ഇതാ നമ്മളെ ബൺ മസ്ക മൊത്തത്തിൽ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ പുറവശത്തും ഒക്കെ ഞാൻ ബൺ മസ്കയിൽ ക്രീം തേച്ച് കൊടുത്തിട്ടുണ്ട്. അതല്ലാണ്ട് ഞാൻ ഇത് കണ്ടില്ലേ, ഇപ്പം ആക്കുന്നത് ഞാനൊരു വെറൈറ്റി ആയിട്ട് ആക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ അകത്ത് നമ്മൾ ക്രീം തേച്ച് കൊടുത്ത് അതിൻ്റെ പുറത്ത് നമ്മൾ മിൽക്ക് മെയ്ഡ് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഒരു വെറൈറ്റി ആവല്ലേ. ഇപ്പം കണ്ടില്ലേ, നമ്മളെ ബൺ മസ്ക കംപ്ലീറ്റ് ആയിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഒരു സ്പൂണ് മിൽക്ക് മെയ്ഡ് എടുത്ത് ഇതിൻ്റെ മേലേക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഡ്രിസിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നെ ഞാനൊന്നെടുത്ത് മുറിച്ച് കാണിച്ചു തരാം. കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് ഇത് കിട്ടിയിട്ടുണ്ട്. തന്നെ ചൂടാക്കിയത് കൊണ്ടാണോ എന്ന് അറിയില്ല, എന്നാലും നല്ലൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. വേറെ തന്നെ ഒരു ഫീൽ ഉണ്ട് ഇത് കഴിക്കുമ്പോൾ. അപ്പോൾ എന്നെപ്പോലെ ഇത്ര ലേറ്റായിട്ടും ബൺ മസ്ക ട്രൈ ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ സിമ്പിളായി 5-10 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഒരു ക്രീം ബൺ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.